ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് HSC+2 ഇംഗ്ലീഷിനകത്ത് വരുന്ന ഏഴാമത്തെ ചാപ്റ്റർ, 7th ചാപ്റ്റർ, അതായത് യൂണിറ്റ് 2 ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്ന് പറയുന്ന യൂണിറ്റ് 2-നകത്ത് വരുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണിത്. ആദ്യത്തെ ഒരു പോമായിരുന്നു മെൻറ്റിംഗ് ബോൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തത് അമീഗോ ബ്രദേഴ്സ് എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. ഈ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു നാടകമാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഈ അമീഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു സ്റ്റോറിയാണ്. അത് എഴുതിയിരിക്കുന്നത് പിരി തോമസ് എന്ന് പറയുന്ന ഒരു പ്യൂട്ടോറിക്കൻ റൈറ്ററാണ്. അദ്ദേഹം ഒരു പ്യൂട്ടോറിക്കൻ ക്യൂബൻ റൈറ്റർ എന്നാണ് അദ്ദേഹത്തിനെ പറ്റി അറിയപ്പെടുന്നത്. അപ്പോൾ പിരി തോമസ് എന്ന് പറയുന്ന ആള് ന്യൂയോർക്കിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം 1928 അദ്ദേഹത്തിൻ്റെ ജനനം. മരണം കാലിഫോർണിയയിലായിരുന്നു. 2011 അദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മദർ പ്യൂട്ടോറിക്കൻ ഒറിജിനാണ്, ഫാദർ ക്യൂബനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പ്യൂട്ടോറിക്കൻ ക്യൂബൻ റൈറ്റർ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ പറ്റി നമ്മൾ ഈ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ റൈറ്ററിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലെ സ്പാനിഷ് ഹാർലം എന്ന് പറയുന്ന ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അദ്ദേഹം ചെലവിട്ടിരുന്നത്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഡ്രഗിൻ്റെയും ക്രൈമിൻ്റെയും ഒക്കെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യൂത്തിൽ അദ്ദേഹം ഡ്രഗ് മാഫിയകളുമായിട്ടും ക്രൈമുകളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ യൂത്ത് പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം 7 വർഷം ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷമാണ് അദ്ദേഹം ഒരു യഥാർത്ഥ റൈറ്ററായിട്ട് മാറുന്നത്. പിന്നീട് അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റും കൂടെ ആയിരുന്നു. അതായത് അമേരിക്കൻ യൂത്തിനെ ഡ്രഗിൽ നിന്നും ക്രൈമിൽ നിന്നും ഒക്കെ മോചിപ്പിക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റായിട്ടും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പിന്നെ പിരി തോമസിൻ്റെ ഡൗൺ ദീസ് മീൻ സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സെല്ലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോയറാണ്. അതായത് സ്വന്തം ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമായിരുന്നു ഡൗൺ ദീസ് മീൻ സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കഥയിലേക്ക് വരാം. അപ്പോൾ ഈ അമീഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ലെസണിൻ്റെ പേര്, അപ്പോൾ ഈ അമീഗോ എന്ന് പറയുന്ന വാക്ക് ഒരു സ്പാനിഷ് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഫ്രണ്ട്സ് എന്നാണ്. ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഹോദരന്മാർ. അപ്പോൾ ഈ കഥയിൽ 2 കഥാപാത്രങ്ങളാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ അത്രയും ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് തന്നെ അവർ ബ്രദേഴ്സ് ആണെന്നുള്ള രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ അമീഗോ ബ്രദേഴ്സ് എന്ന് ഈ കഥയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഫെലിക്സ് വർഗാസും ആൻ്റോണിയോ ക്രൂസുമാണ്. അപ്പോൾ 2 പേർക്കും 17 വയസ്സാണ്. 2 പേരും ഭയങ്കര ഫ്രണ്ട്സാണ്. 2 പേരും ബോക്സിംഗ് ചാമ്പ്യൻസുമാണ്. അപ്പോൾ 2 പേർക്കും ബോക്സിങ്ങിൽ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടണം എന്നുള്ളതാണ് 2 പേരുടെയും സ്വപ്നം. അപ്പോൾ ഇതാണ് ഈ കഥയുടെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗൈഡ് എക്സാമിനേറ്റ് സഹപാഠി എന്ന് പറയുന്ന ഒരു ഗൈഡാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഗൈഡിനകത്ത് ലെസൺ, അതായത് ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല. സമ്മറിയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ടെക്സ്റ്റ് എടുത്തിരിക്കുന്നത് ഗൂഗിളിനകത്ത് ഒരു വെബ്സൈറ്റ്, അതിൻ്റെ PDF കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് cavemanenglish.pbworks.com, അതായത് cavemanenglish cavemanenglish.pbworks.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ്
ഇതിൻ്റെ സ്ക്രീൻഷോട്ട്, ഈ ടെക്സ്റ്റ് അതിനകത്ത് PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഈ ചാപ്റ്റർ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. Antonio Cruz and Felix Vargas were both 17. അവർ രണ്ടുപേരും 17 വയസ്സുള്ളവരാണ്. They had been best friends for long. They felt like brothers. അവർ രണ്ടുപേരും ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയിരുന്നതുകൊണ്ട് തന്നെ അവർ സഹോദരന്മാരാണെന്നാണ് അവർക്ക് തോന്നിയിരുന്നത്. They lived in the same apartment house on the lower east side of Manhattan. അതായത് ന്യൂയോർക്കിലെ ഒരു സ്ഥലമാണ് മാൻഹട്ടൻ. അപ്പോൾ മാൻഹട്ടനിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഹൗസിലാണ് രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചിരുന്നത്. ആൻറ്റോണിയോ വാസ് ലൈറ്റ് സ്കിൻഡ്, ടോൾ ആൻഡ് തിൻ. അപ്പോൾ ഇവരുടെ ഒരു അപ്പിയറൻസ് ആണ് ഈ വരിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻറ്റോണിയോ എന്ന് പറയുന്നത് ലൈറ്റ് സ്കിൻഡാണ്, അതായത് വൈറ്റ് സ്കിൻഡാണ്, പൊക്കമുണ്ട്, മെലിഞ്ഞിട്ടാണ്. ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് മസ്കുലർ. അപ്പോൾ ഫെലിക്സ് ഇരുണ്ടിട്ടാണ്, ഹൈറ്റ് ആൻറ്റോണിയോൻ്റെ അത്ര ഇല്ല, എന്നാൽ നല്ല മസ്കുലിനാണ് ഫെലിക്സ്. ബോത്ത് ഡ്രീംഡ് ഓഫ് ബിക്കമിങ് ദ വേൾഡ് ലൈറ്റ് വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻസ്. അപ്പോൾ രണ്ടുപേരുടെയും സ്വപ്നം ലോക ബോക്സിംഗ് ചാമ്പ്യൻസ്, അതായത് ലൈറ്റ് വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻസ് ആവുക എന്നുള്ളതായിരുന്നു രണ്ടുപേരുടെയും സ്വപ്നം. ദേ ട്രെയിൻഡ് ടുഗെദർ. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ട്രെയിനിങ് എടുത്തിരുന്നത്. ഏർലി മോർണിംഗ്സ് ദേ റാൻ അലോങ് ദ റിവർ ടുഗെദർ. അപ്പോൾ രാവിലെ തന്നെ അവർ നദിക്കരയിലൂടെ രണ്ടുപേരും ഒരുമിച്ച് ഓടാൻ പോകുമായിരുന്നു. ബോത്ത് ഹാഡ് വൺ 4 ബോക്സിംഗ് മെഡൽസ്. രണ്ടുപേർക്കും ഒരുപോലെ 4 ബോക്സിംഗ് മെഡൽസ് കിട്ടിയിട്ടുണ്ട്. ദർ സ്റ്റൈൽസ് വർ ഡിഫറെൻറ്റ് ദോ. രണ്ടുപേരും ഒരുപോലെ ചാമ്പ്യൻസ് ആയിരുന്നുവെങ്കിലും രണ്ടുപേർക്കും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആയിരുന്നു ബോക്സിങ്ങിൽ അവർ ഉപയോഗിച്ചിരുന്നത്. Their styles were different though. Antonio had a longer reach and was a better boxer. Antonio longer reach ഉള്ള ഒരു ബോക്സർ ആയിരുന്നു. എന്നാൽ ഫെലിക്സ് വാസ് മോർ പവർഫുൾ സ്ലഗ്ഗർ. സ്ലഗ്ഗർ എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡ് പഞ്ച് കൊടുക്കാൻ കഴിയുന്ന ബോക്സറിനെയാണ് സ്ലഗ്ഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഫെലിക്സ് ആണെങ്കിൽ ഒരു പവർഫുൾ സ്ലഗ്ഗർ ആയിരുന്നു, ഹാർഡ് പഞ്ചാണ്, അതായത് ഫെലിക്സിൻ്റെ ഇടി വളരെ പവർഫുൾ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു രണ്ടുപേരുടെയും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇൻ ജസ്റ്റ് 2 weeks they would fight each other. അപ്പോൾ വരാൻ പോകുന്ന സംഭവം എന്താണ്? 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെയുള്ളൊരു ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. The winner would represent their club in the Golden Gloves Championship tournament. അപ്പോൾ ഗോൾഡൻ ഗ്ലവ്സ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റിനെ പറ്റി ഈ ബോക്സിങ്ങിൽ താല്പര്യമുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും, സ്പോർട്സിൽ താല്പര്യമുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഗോൾഡൻ ഗ്ലവ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൻ്റെ ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഫൈറ്റിലെ വിന്നർ. അപ്പോൾ അടുത്ത പാരഗ്രാഫിൽ വരുന്നത് ആസ് ദേ റാൻ വൺ മോർണിംഗ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്, രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ഫൈറ്റ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും വളരെയധികം ടെൻഷൻ ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ഫൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. ആസ് ദേ റാൻ വൺ മോർണിംഗ് ഫെലിക്സ് സെഡ് ദേ നീഡഡ് ടു സ്റ്റോപ്പ് ആൻഡ് ടോക്ക്. അപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ ഈ ഒരു ചിന്ത കിടന്ന് ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതായത് ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണല്ലോ, അവർ രണ്ടുപേരും എങ്ങനെ ഫൈറ്റ് ചെയ്യും? അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം രാവിലെ ഓടാൻ പോകുന്ന സമയത്ത് ഫെലിക്സ് പറഞ്ഞു, നമുക്കൊന്ന് സംസാരിക്കണം. ദർ മാച്ച് വാസ് ലെസ് ദാൻ എ വീക്ക് അവേ. അപ്പോൾ ഇവർ തമ്മിലുള്ള മാച്ചിന് ഇനി 1 ആഴ്ചയും കൂടിയേ സമയമുള്ളൂ. ദേ ലീൻഡ് എഗെയിൻസ്റ്റ് ദ റെയിലിംഗ് ലുക്കിംഗ് അറ്റ് ദ റിവർ. അപ്പോൾ ആ നദിയുടെ കരയിലുള്ള റെയിലിംഗ്, അതിൻ്റെ ഒരു റെയിലിങ്ങിൽ രണ്ടുപേരും ചാഞ്ഞു നിന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദിസ് ബ്രോ, ഫെലിക്സ് ബിഗാൻ. അപ്പോൾ ഫെലിക്സ് പറഞ്ഞു, എനിക്കിത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ബ്രോ. ഐ ഹാവ് ബീൻ വറിയിങ് അബൌട്ട് അവർ ഫൈറ്റ് ടു പാനിക്. ഐ ഡോണ്ട് സ്ലീപ്പ്. ഐ തിങ്ക് അബൌട്ട് പുള്ളിങ് പഞ്ചസ് സോ ഐ ഡോണ്ട് ഹേർട്ട് യു. അപ്പോൾ മറ്റേ അന്റോണിയോ പറഞ്ഞു, ഞാനും ഈ ഒരു ഫൈറ്റിനെ പറ്റി വളരെയധികം ടെൻസ്ഡാണ്.
ഫൈറ്റ് ടു പാനിൻ. പാനിൻ എന്ന് പറയുന്നത് ഒരു പ്യൂട്ടോറിക്കൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ബഡ്ഡി, ബ്രോ, ഫ്രണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ അന്റോണിയോയും പറഞ്ഞു, ഐ ഡോണ്ട് സ്ലീപ്പ്, എനിക്ക് ഇടയിട്ട് ഉറക്കം വരുന്നില്ല. ഐ തിങ്ക് അബൌട്ട് പുള്ളിങ് പഞ്ചസ്. ഞാൻ ഓർക്കുമായിരുന്നു നിന്നെ വേദനിപ്പിക്കാതെ ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യും, പഞ്ചുകൾ പുള്ളി ചെയ്താൽ എന്ത്, അതായത് പഞ്ച് അങ്ങോട്ട് കൊടുക്കാതെ ഇച്ചിരി പുറകിലോട്ടാക്കിയാൽ എന്ത് എന്നുള്ള കാര്യത്തിനെ പറ്റിയൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് അബൌട്ട് പുള്ളിങ് പഞ്ചസ് സോ ഐ ഡോണ്ട് ഹേർട്ട് യു. നിന്നെ വേദനിപ്പിക്കാതെ എങ്ങനെ ഫൈറ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്ന് അന്റോണിയോയും പറയുന്നു. മീ ടു സെറ്റ് ഫെലിക്സ്. അപ്പോൾ ഫെലിക്സ് പറഞ്ഞു, എൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. വി ഹാവ് ഗോട്ട് ടു ബി ലൈക്ക് സ്ട്രേഞ്ചേഴ്സ്. അപ്പോൾ ഫെലിക്സ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടിരിക്കാം, അതായത് അപരിചിതരായിട്ടിരിക്കാം, നമ്മൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. സൈ അന്റോണിയോ എഗ്രീഡ്. അപ്പോൾ സൈ എന്ന് പറഞ്ഞാൽ യെസ് എന്നുള്ള ഒരു പ്രയോഗമാണ്, അതൊരു സ്പാനിഷ് പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെ അവർ ഇനി സ്ട്രേഞ്ചേഴ്സ് ആയിട്ടിരിക്കാമെന്ന് എഗ്രി ചെയ്യുന്നു. ലിസൺ ടോണി, ഐ തിങ്ക് വി ഷുഡിൻ സീ ഈച്ച് അതർ അൺടിൽ ദ ഫൈറ്റ്. അപ്പോൾ ഫെലിക്സ് പറയുന്നു, ടോണി, നമ്മൾക്ക് രണ്ടുപേർക്കും ഈ ഫൈറ്റ് നടക്കുന്നവരെയും നമ്മൾ തമ്മിൽ കാണണ്ട. ഐ എം ഗോയിങ് ടു ആണ്ട് ലൂസി ഇൻ ദ ബ്രോങ്സ്. ബ്രോങ്സ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള എൻ്റെ ആണ്ട് ലൂസിയുടെ വീട്ടിൽ ഞാൻ പോയി താമസിക്കാം. ഐ ട്രെയിൻ അപ്പ് ദർ. ഞാൻ അവിടെ സ്വന്തമായിട്ട് ട്രെയിനിങ് എടുക്കാം എന്ന് ഫെലിക്സ് പറയുന്നു. ഫെലിക്സ് സജസ്റ്റഡ് ദേ സ്പ്ലിറ്റ് റൈറ്റ് ദർ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വെച്ച് പിരിയുകയാണ്. ആഫ്റ്റർ ദ ഫൈറ്റ് ഹി സെഡ് ദേ വുഡ് ബി ടുഗെദർ അഗെയിൻ ലൈക്ക് നത്തിങ് എവർ ഹാപ്പൻ. അപ്പോൾ ഫൈറ്റ് കഴിഞ്ഞ് നമ്മൾക്ക് ഒന്നും സംഭവിക്കാത്തതുപോലെ പഴയ ഫ്രണ്ട്സായിട്ട് തുടരാം എന്നവർ തീരുമാനിക്കുന്നു. അടുത്ത ലൈൻ ഇങ്ങനെയാണ്, ദേ ഹഗ്ഡ് ആൻഡ് വെന്റ് ദർ സെപ്പറേറ്റ് വേസ്. അവർ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് രണ്ടുപേരും അവിടെ വെച്ച് പിരിഞ്ഞു. ദ നൈറ്റ് ബിഫോർ ദ ഫൈറ്റ് അന്റോണിയോ വെന്റ് അപ്പ് ടു ദ റൂഫ്. അങ്ങനെ ഫൈറ്റിന് തലേ ദിവസം രാത്രിയായി. അപ്പോൾ അന്റോണിയോ റൂഫിലേക്ക്, അത് ടെറസിലേക്ക് പോയി. The only way not to hurt Felix, he thought, was to knock him out quickly. അപ്പോൾ അന്റോണിയോ ചിന്തിക്കുകയാണ്, ഫെലിക്സിനെ ഹേർട്ട് ചെയ്യാതിരിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ആദ്യം തന്നെ അവനെ ഇടിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും അവനെ ഇടിക്കേണ്ട കാര്യം വരില്ലല്ലോ. He worried about what the fight would do to their friendship. എന്നിട്ട് അദ്ദേഹം വളരെയധികം വറിയായി, അതായത് ഈ ഒരു ഫൈറ്റ് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുമോ എന്നുള്ളതായിരുന്നു രണ്ടുപേരുടെയും ഒരു ടെൻഷൻ. ദാറ്റ് നൈറ്റ് ഫെലിക്സ് വാച്ച്ഡ് എ ബോക്സിംഗ് മൂവി. അപ്പോൾ ഫെലിക്സ് അന്ന് രാത്രി ബോക്സിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു മൂവി കണ്ടു. ഇമാജിനിങ് ഹിംസെൽഫ് ആസ് ദ ഹീറോ. അപ്പോൾ അതിനുള്ള ഹീറോ താനാണെന്ന് ഫെലിക്സ് ഇമാജിൻ ചെയ്തു. ഇറ്റ് വാസ് ഫെലിക്സ് ദ ചാമ്പ്യൻ എഗെയിൻസ്റ്റ് അന്റോണിയോ ദ ചലഞ്ചർ. അപ്പോൾ ഫെലിക്സ് ഇങ്ങനെ ഇമാജിൻ ചെയ്തു, ഞാനാണ് ചാമ്പ്യൻ, അന്റോണിയോ ആണ് എൻ്റെ എതിരാളി. ഹി ഹോപ്പ് ഫോർ എ ക്വിക്ക് ക്ലീൻ നോക്കൗട്ട് ടു. അപ്പോൾ അദ്ദേഹം അതായത് എതിരാളിയെ ക്ലീനായിട്ട് നോക്കൗട്ട് ചെയ്യണം എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. ഓൺ ദ ഡേ ഓഫ് ദ ടൂർണമെൻറ്റ് ഫാൻസ് ഫിൽഡ് ടോംകിൻസ് സ്ക്വയർ പാർക്ക്. അപ്പോൾ ടോംകിൻസ് സ്ക്വയർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഫൈറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം, അതായത് ബോക്സിംഗ് ആസ്പിരൻസ്, ബോക്സിംഗ് താല്പര്യമുള്ള കാണികൾക്കൊക്കെ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഫൈറ്റ് കാണാനായിട്ട് വളരെയധികം ആകാംക്ഷഭരിതരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ അന്ന് അവിടെ തടിച്ചുകൂടി, ടോംകിൻസ് സ്ക്വയറിൽ തടിച്ചുകൂടി. ഇൻ ദർ ഡ്രസ്സിംഗ് റൂംസ് അന്റോണിയോ പുട്ട് ഓൺ വൈറ്റ് ട്രങ്ക്സ്, ബ്ലാക്ക് സോക്സ് ആൻഡ് ബ്ലാക്ക് ഷൂസ്. അപ്പോൾ അന്റോണിയോ ഡ്രസ്സ് ചെയ്തു വൈറ്റ് ട്രങ്ക്സ്. ട്രങ്ക് എന്ന് പറയുന്നത് മേൽവസ്ത്രമാണ്. വൈറ്റ് നിറത്തിലുള്ള വൈറ്റ് ട്രങ്ക്സും ബ്ലാക്ക് കളറുള്ള സോക്സും ബ്ലാക്ക് ഷൂസും ഇട്ടു. ഫെലിക്സ് വോർ ലൈറ്റ് ബ്ലൂ ട്രങ്ക്സ്. ഫെലിക്സ് ഇളം നീല നിറത്തിലുള്ള ട്രങ്ക്സും റെഡ് സോക്സും വൈറ്റ് ഷൂസും ഇട്ടു. There were 6 matches before the fight. അപ്പോൾ ഇവരുടെ ഫൈറ്റിന് മുമ്പ് വേറെ ഒരു 6 മാച്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയമൊക്കെ കടന്നുപോയി. ഫൈനലി ഇറ്റ് വാസ് ടൈം. അങ്ങനെ അവരുടെ സമയമെത്തി.
ദ ക്രൗഡ് റോഡ് ആസ് എ എൻറ്റേർഡ് ദ റിംഗ്. അപ്പോൾ ഈ ക്രൗഡ്, അതായത് ജനങ്ങൾ ആർത്ത് വിളിച്ചു. ഇവർ രണ്ടുപേരും റിങ്ങിലേക്ക് കടന്നു വന്നപ്പോൾ, റിംഗ് എന്ന് പറയുന്നത് ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് കടന്നു വന്നപ്പോൾ ആൾക്കാർ ആർത്ത് വിളിച്ചു, ബോങ് ബോങ് ബോങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സെനോറസ് ആൻഡ് സെനോറാസ്. അപ്പോൾ സ്പാനിഷിലാണ് അനൗൺസ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ സെനോറസ് എന്ന് പറയുന്നത് ജെന്റിൽമെൻ എന്നും സെനോറാസ് എന്ന് പറയുന്നത് ലേഡീസ് എന്നുമാണ് അർത്ഥം. അപ്പോൾ മാച്ച് തുടങ്ങാൻ പോവുകയാണ്. ഫോർ ദ മെയിൻ ഇവൻറ്റ് വി ഹാവ് 2 യങ് പ്യൂട്ടോറിക്കൻ ബോക്സേഴ്സ്. അപ്പോൾ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ പറയുവാണ്, നമുക്ക് ഇന്നിവിടെ 2 പ്യൂട്ടോറിക്കൻ ബോക്സേഴ്സാണുള്ളത്. ഫെലിക്സ് വെർഗാസ് അറ്റ് 134 pounds, 134 പൗണ്ട് വെയ്റ്റ് വിഭാഗത്തിൽ ഫെലിക്സ് വെർഗാസും ആൻ്റോണിയോ ക്രൂസ് അറ്റ് 133 pounds, 133 പൗണ്ട് വെയ്റ്റ് വിഭാഗത്തിൽ ആൻ്റോണിയോ ക്രൂസുമാണ് ഇവിടെ ബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. ദ റെഫറി ടോൾഡ് ദെം ടു ഫൈറ്റ് ക്ലീൻലി. അപ്പോൾ റെഫറി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. നൗ ഷെയ്ക്ക് ഹാൻഡ്സ് ആൻഡ് കം ഔട്ട് ഫൈറ്റിംഗ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഫൈറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. ദ ബെൽ സൗണ്ടഡ് ഫോർ റൗണ്ട് 1, ഒന്നാമത്തെ റൗണ്ടാണ്. ഇനി പറയാൻ പോകുന്നതൊക്കെയും ആ ഒരു ഫൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഫെലിക്സ് പഞ്ച് എ ഹാർഡ് സ്ട്രെയിറ്റ് ലെഫ്റ്റ് ബട്ട് അന്റോണിയോ സ്ലിപ്ഡ് അവേ. ആദ്യം തന്നെ ഫെലിക്സ് ഒരു ലെഫ്റ്റ് പഞ്ച് കൊടുത്തു, അന്റോണിയോ മാറിക്കളഞ്ഞു. അന്റോണിയോസ് 3 ഫാസ്റ്റ് ലെഫ്റ്റ്സ് സ്നാപ്പ് ഫെലിക്സ് ഹെഡ് ബാക്ക്. അന്റോണിയോൻ്റെ 3 ലെഫ്റ്റ് പഞ്ചുകൾ ഫെലിക്സിൻ്റെ തല പുറകിലേക്ക് തള്ളി മാറ്റി. ഫെലിക്സ് ന്യൂ ദെൻ ദാറ്റ് അന്റോണിയോ വാസൻ പുള്ളിങ് എനി പഞ്ചസ്. ഫെലിക്സിന് മനസ്സിലായി, അതായത് അന്റോണിയോ മയത്തിലൊന്നും അല്ല, ശരിക്കും ഹാർഡായിട്ട് തന്നെയാണ് പഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ബോത്ത് വുഡ് ഫൈറ്റ് ടു വിൻ. രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പൊക്കെ മറന്നു, രണ്ടുപേരും വിജയിക്കാൻ വേണ്ടി തന്നെ ഫൈറ്റ് ചെയ്യാൻ ആണ് തുടങ്ങിയിരിക്കുന്നത്. അന്റോണിയോ ഡാൻസ്ഡ് റൗണ്ട് പഞ്ചിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. അന്റോണിയോ വീണ്ടും വീണ്ടും ഒന്ന് കറങ്ങി വന്ന് വീണ്ടും പഞ്ച് ചെയ്യുന്നു. ഫെലിക്സ് മൂവ് ഇൻ ക്ലോസർ സോ ഹി കുഡ് റീച്ച് അന്റോണിയോ. ഫെലിക്സും അതുപോലെ തന്നെ മുന്നോട്ട് വരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ റൗണ്ട് ഹി ട്രാപ്ഡ് അന്റോണിയോ എഗെയിൻസ്റ്റ് ദ റോപ്സ്. അപ്പോൾ ഈ ആദ്യ റൗണ്ടിൻ്റെ അവസാനമായപ്പോൾ ഫെലിക്സ് അന്റോണിയോയിനെ ആ ചുറ്റും കെട്ടിയിരിക്കുന്ന കയറിൻ്റെ അവിടെ വെച്ച് ട്രാപ്പ് ചെയ്യുന്നു. ആൻഡ് സ്മാഷ്ഡ് ഹിസ് അബ്ഡോമൻ. അദ്ദേഹത്തിൻ്റെ വയറിന് തന്നെ നല്ല ഒരു പഞ്ച് കൊടുക്കുന്നു. 2 ഹാർഡ് ലെഫ്റ്റ്സ് ടു ഹിസ് ഹെഡ് സെറ്റ് ഫെലിക്സ് ഇയർ റിങ്ങിങ്. അന്റോണിയോ ആണെങ്കിൽ ഫെലിക്സിനെ തിരിച്ച് ഇടിക്കുന്നു. 2 ഹാർഡ് ലെഫ്റ്റ്സ്. അപ്പോൾ തന്നെ ഫെലിക്സിൻ്റെ ചെവിയിലൊരു മുഴക്കം പോലെ കേൾക്കുകയാണ്. ബോങ്, ബോത്ത് ബോക്സേഴ്സ് ഫ്രോസ് മിഡ് പഞ്ച് ആസ് റൗണ്ട് 1 എൻഡഡ്. അപ്പോൾ രണ്ടുപേരും പഞ്ചിൻ്റെ നടുക്ക് വെച്ച് ബോങ്, അതായത് ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു എന്നുള്ള ശബ്ദം ബെല്ല് കേൾക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും അവിടെ അത് നിർത്തുന്നു. ഫെലിക്സ് റൈറ്റ് ഇയർ റാൻ ആസ് ഹി മൂവ്ഡ് ഇൻ ടു ഹിസ് കോർണർ. അപ്പോൾ ഫെലിക്സ് തൻ്റെ കോർണറിലേക്ക് മാറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഒരു ഇടിയുടെ മുഴക്കം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്റോണിയോ ഹാഡ് റെഡ് മാർക്സ് ഓൺ ഹിസ് മിഡ് റിബ്സ്. അന്റോണിയോയിൻ്റെ നെഞ്ചത്ത്, ആ റിബുകളുടെ ഭാഗത്ത് ചുമന്ന പാടുണ്ടായിരുന്നു. റിമെമ്പർ അന്റോണിയോസ് ട്രെയിനർ ടോൾഡ് ഹിം. അന്റോണിയോയുടെ ട്രെയിനർ അന്റോണിയോനോട് പറഞ്ഞു, ഫെലിക്സ് ഓൾവേസ് ഗോസ് ഫോർ ദ ബോഡി. ഫെലിക്സിൻ്റെ ലക്ഷ്യം എപ്പോഴും ദേഹത്താണ്, സൂക്ഷിക്കണം. ഫെലിക്സ് ട്രെയിനർ വോണ്ട് ഹിം ടു. അതേസമയം ഫെലിക്സിൻ്റെ ട്രെയിനറും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. യു ഗോട്ട് എ ഗെറ്റ് ഇൻ ക്ലോസ് ഓർ ഹീൽ ചോപ്പ് യു അപ്പ് ഫ്രം ദ ബാക്ക്. അപ്പോൾ ട്രെയിനർ പറഞ്ഞു, കൂടുതൽ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ അന്റോണിയോ വിൽ ചോപ്പ് യു ബാക്ക് ഫ്രം വേ ബാക്ക്. അന്റോണിയോവിൻ്റെ ഇടി കിട്ടും, അതുകൊണ്ട് അതിന് വേണ്ട രീതിയിൽ മൂവ് ചെയ്യണം എന്ന് ഫെലിക്സിൻ്റെ ട്രെയിനറും പറയുന്നു. ബോങ് ബോങ് റൗണ്ട് 2. അങ്ങനെ റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫെലിക്സ് റഷ്ഡ് ഇൻ ആൻഡ് ലാൻഡഡ് എ സോളിഡ് റൈറ്റ് ടു ദ ഹെഡ്. അപ്പോൾ ഫെലിക്സ് മുന്നോട്ട് വന്നു, അന്റോണിയോന് തലയ്ക്ക് നേരെയാണ് അദ്ദേഹം പഞ്ച് ചെയ്തത്. ഹേർട്ട് അന്റോണിയോ ഹിറ്റ് ബാക്ക് ഹാർഡ് ആൻഡ് ഫാസ്റ്റ്. അന്റോണിയോവിന് ഇടികിട്ടി, അന്റോണിയോ തിരിച്ചും ഇടിച്ചു. ആൻഡ് ഫെലിക്സ് റിട്ടേൺ എ ലെഫ്റ്റ്
ടു അന്റോണിയോസ് ഹെഡ്. ഫെലിക്സ് തിരിച്ചിടിച്ചു അന്റോണിയോന്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക്. ആൻഡ് റൈറ്റ് ടു ദ ബോഡി, റൈറ്റിലും ഇടിച്ചു. അന്റോണിയോ വെയിറ്റഡ് വൈൽ ഫെലിക്സ് ഡാൻസ്ഡ് അറൗണ്ട്. ഫെലിക്സ് ഒന്ന് ചുറ്റി വന്നു. ദെൻ ഫെലിക്സ് റഷ്ഡ് ഇൻ ആൻഡ് സ്ലഗ്ഡ് അന്റോണിയോ. ഫെലിക്സ് അന്റോണിയോനെ നല്ലൊരു ഹാർഡ് പഞ്ച് ചെയ്തു. അന്റോണിയോ ഹിറ്റ് ഹിം ഹാർഡ് ഓൺ ദ ചിൻ. അന്റോണിയോ തിരിച്ച് ഫെലിക്സിൻ്റെ ചിൻ, അതായത് താടിക്കാണ് ഇടിച്ചത്. ആൻഡ് ലൈറ്റ്സ് എക്സ്പ്ലോഡഡ് ഇൻസൈഡ് ഫെലിക്സ് ഹെഡ്. അപ്പോൾ ആ ഇടി കൊണ്ടപ്പോൾ ഫെലിക്സിൻ്റെ തലയ്ക്കകത്ത് ലൈറ്റുകൾ പൊട്ടുന്ന പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. അടുത്ത വരി എന്ന് പറയുന്നത് His legs folded, but he managed to fight off Antonio's attack. പിന്നെ ഫെലിക്സിൻ്റെ കാലൊന്നും മടങ്ങി, എന്നാലും ഫെലിക്സ് തിരിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. ഫെലിക്സ് കെയിം ബാക്ക് വിത്ത് എ പവർഫുൾ റൈറ്റ്. ഒരു റൈറ്റ് ഹാർഡ് പഞ്ച് ഫെലിക്സ് അന്റോണിയോന് കൊടുക്കുന്നു. അന്റോണിയോ സ്മാഷ്ഡ് ഫെലിക്സ് റൈറ്റ് ഐ. അന്റോണിയോ ഫെലിക്സിൻ്റെ കണ്ണിനാണ് അടുത്ത ഇടി കൊടുക്കുന്നത്. വിച്ച് പഫ്ഡ് അപ്പ് റൈറ്റ് അവേ. അപ്പോൾ തന്നെ ഫെലിക്സിൻ്റെ കണ്ണ് വീർത്ത് വന്നു. ടോ ടു ടോ ദ ബോക്സേഴ്സ് ബാറ്റേഡ് ഈച്ച് അതർ. ഒപ്പത്തിനൊപ്പം രണ്ട് ബോക്സേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് തകർത്തുകൊണ്ടിരുന്നു. റൈറ്റ് ലെഫ്റ്റ് ദ ക്രൗഡ് സ്റ്റുഡ് ആൻഡ് റോഡ്. അപ്പോൾ ജനങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് ആർത്ത് വിളിക്കുകയാണ് ഈ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഫൈറ്റ് കണ്ടിട്ട്. അടുത്തത് a sudden right to the chin turned Antonio's legs to jelly. അതായത് ഫെലിക്സിൻ്റെ ഒരു താടി ഭാഗത്തുള്ള ഒരു ഇടി കൊണ്ടിട്ട് അന്റോണിയോൻ്റെ കാലുകളൊന്ന് കുഴഞ്ഞു. ഫെലിക്സ് ഹിറ്റ് വൈഡ്ലി അണ്ടിൽ അന്റോണിയോ പഞ്ച്ഡ് ഹിം ഹാർഡ് ഓൺ ദ നോസ്. അപ്പോൾ ഫെലിക്സ് വീണ്ടും ഭയങ്കര വയലൻ്റായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്റോണിയോ ഫെലിക്സിൻ്റെ മൂക്കിന് അടുത്ത ഒരു ഹാർഡ് പഞ്ച് കൊടുക്കുന്നു. ദെൻ ഫെലിക്സ് ലാൻഡഡ് എ ഫിയേഴ്സ് ബ്ലോ. അപ്പോൾ ഫെലിക്സ് തിരിച്ച് അതിനേക്കാളും ഫിയേഴ്സ് ആയിട്ടൊരു ഇടി കൊടുക്കുന്നു. അന്റോണിയോ ഡ്രോപ്ഡ്. അന്റോണിയോ നിലത്ത് വീണു. ദെൻ സ്റ്റാഗേർഡ് ടു ഹിസ് ഫീറ്റ്. വളരെ പണിപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. ഹി സ്ലഗ്ഡ് ഫെലിക്സ് ഹാർഡ്. അന്റോണിയോ ഒരു ഹാർഡ് പഞ്ച് വീണ്ടും ഫെലിക്സിന് കൊടുക്കുന്നു. ആൻഡ് ഫെലിക്സ് വെന്റ് ഡൗൺ ഫ്ലാറ്റ് ഓൺ ഹിസ് ബാക്ക്. ഫെലിക്സ് നിലത്ത് ബാക്ക് ഇടിച്ച് നിലത്ത് വീഴുന്നു. ഹി ഗോട്ട് അപ്പ് ഇൻ എ ഫോഗ്. അതായത് കണ്ണിലൊരു പുകമറ പോലെ ഫെലിക്സിന് തോന്നുകയാണ്. ശരിക്കും കാഴ്ചയൊന്നും കിട്ടുന്നില്ല, എന്നാലും അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ദ ക്രൗഡ് റോഡ് വൈഡ്ലി ആസ് ദ ബെൽ സൗണ്ടഡ് ദ എൻഡ് ഓഫ് റൗണ്ട് 2. അപ്പോൾ കാണികളൊക്കെ ആർത്ത് വിളിക്കുകയാണ്. അപ്പോഴാണ് രണ്ടാമത്തെ റൗണ്ട് തീർന്നു എന്നുള്ള ബെല്ല് കേൾക്കുന്നത്. അടുത്ത വരി ഇങ്ങനെയാണ്: ബോത്ത് ഫൈറ്റേഴ്സ് were hurting but the doctors said they were okay to continue. അപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് ഇവരെ പരിശോധിച്ചിട്ട് ഇവർ ഓക്കെയാണ്, ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് നിർദ്ദേശം കൊടുക്കുന്നു. ബാങ് ദ ലാസ്റ്റ് റൗണ്ട്. അങ്ങനെ ഫൈറ്റ് അങ്ങനെ നീണ്ടുപോയി. ലാസ്റ്റ് റൗണ്ടിൻ്റെ ബെല്ലടിക്കുന്നു. സോ ഫാർ ദ ഫൈറ്റ് സീംഡ് ഈവൻ ബട്ട് ദർ കുഡ് ബി നോ ടൈ. അപ്പോൾ ഇതുവരെയും ഫൈറ്റ് തുല്യമായിട്ടാണ് രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിന് ഒരു വിന്നറിനെയാണ് ആവശ്യം. അതായത് ഡ്രോയും ടൈയും ഒന്നുമില്ല. ഒരാൾ ജയിച്ചേ പറ്റുള്ളൂ, ഒരാൾ തോറ്റേ മതിയാവുള്ളൂ. ദർ ഹാഡ് ടു ബി എ വിന്നർ. ഒരു വിജയി ആവശ്യമാണ്. അന്റോണിയോ ചാർജ്ഡ്. ആ റൗണ്ട് കഴിഞ്ഞ് വീണ്ടും അന്റോണിയോ മുന്നോട്ട് കുതിച്ചു. ഡ്രൈവിംഗ് ഫെലിക്സ് എഗെയിൻസ്റ്റ് ദ റോപ്സ്. ഫെലിക്സ് ആ കയറിന് നേരെ പോകുന്നു. ദേ പൗണ്ടഡ് ഈച്ച് അതർ ഫിയേഴ്സ്ലി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വയലൻ്റായിട്ട് ഇടിക്കുന്നു. ഫെലിക്സ് ഐ വാസ് ക്ലോസ്ഡ് ആൻഡ് ബ്ലഡ് പോർഡ് ഫ്രം അന്റോണിയോസ് നോസ്. ഫെലിക്സിൻ്റെ ഒരു കണ്ണ് അടഞ്ഞു പോയിരിക്കുകയാണ്. അന്റോണിയോൻ്റെ മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് ചാടുന്നുണ്ട്. ദ ക്രൗഡ് വാച്ച്ഡ് ഇൻ സൈലൻസ്. കാണികൾ നിശബ്ദരായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദ ബെൽ സൗണ്ടഡ് ദ എൻഡ് ഓഫ് ദ ഫൈറ്റ്. അങ്ങനെ ഫൈറ്റ് തീർന്നു. ബെല്ലടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബട്ട് ദ ബോക്സേഴ്സ് കെപ്റ്റ് ഓൺ പൗണ്ടിങ് ഈച്ച് അതർ. പക്ഷേ ബോക്സേഴ്സ് ഇതൊന്നും അറിയുന്നില്ല, ബെല്ലടിക്കുന്നൊന്നും അറിയുന്നില്ല. അവർ വീണ്ടും ഫൈറ്റിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. The referee and the trainers pulled them apart and someone poured cold water over them. അപ്പോൾ റെഫറിയും മറ്റ് രണ്ട് ട്രെയിനേഴ്സും വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നു. രണ്ടുപേരുടെയും പുറത്തേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്.
ഫെലിക്സ് ആൻഡ് അന്റോണിയോ ലുക്ഡ് അറൗണ്ട് ആൻഡ് ഹറീഡ് ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പോഴാണ് ഇവർക്ക് ബോധം വന്നത്. രണ്ടുപേരും ചുറ്റും നോക്കുന്നു, എന്നിട്ട് രണ്ടുപേരും പരസ്പരം മുന്നോട്ട് അടുത്ത് പോകുകയാണ്. ദ ഓഡിയൻസ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. ഓഡിയൻസ്, അതായത് കാഴ്ചക്കാർ ആരവം മുഴക്കുകയാണ്. വുഡ് ദേ ഫൈറ്റ് ടു ദ ഡെത്ത്. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുകയാണ്, ഇവർ മരണം വരെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണോ? റൗണ്ട് തീർന്നല്ലോ, ഫൈറ്റ് തീർന്നല്ലോ, പക്ഷെ അവർക്ക് ഫൈറ്റിംഗ് നിർത്താൻ പറ്റുന്നില്ല. ദെൻ ദേ ചിയേർഡ് ആസ് ദ അമീഗോ ബ്രദേഴ്സ് ഹഗ്ഡ്. പക്ഷേ അവരെന്താ ചെയ്തത്? ഈ രണ്ട് അമീഗോ ബ്രദേഴ്സും പരസ്പരം അടുത്ത് വന്ന് അവർ കെട്ടിപ്പിടിച്ചു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സെനോറസ് ആൻഡ് സെനോറാസ്, ദ വിന്നർ ആൻഡ് ചാമ്പ്യൻ ഈസ് എന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റ് പോവുകയാണ്. അതായത് നമ്മുടെ വിന്നർ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് അവിടെ അനൗൺസ് ചെയ്യാൻ പോകുമ്പോഴേക്കും ദ അനൗൺസർ ടേൺ ടു ദ പോയിന്റ് ഓഫ് ദ വിന്നർ. അനൗൺസർ ഒരു കൈ പിടിച്ച് ഉയർത്താനായിട്ട് ആ വിന്നേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നു. പക്ഷെ എന്താ കണ്ടത്? ബട്ട് ഹീ സ്റ്റുഡ് അലോൺ ഇൻ ദ റിംഗ്. അവിടെ അനൗൺസർ ഒറ്റയ്ക്കാണ് ആ റിങ്ങിൽ നിൽക്കുന്നത്, ഫൈറ്റേഴ്സിനെ കാണുന്നില്ല. ദ ചാമ്പ്യൻസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ആം ഇൻ ആം. അവർക്ക് അതായത് നമ്മുടെ അന്റോണിയോയിനും ഫെലിക്സിനും ആരാണ് വിജയി എന്നൊന്നും കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്തായാലും അവരുടെ ഫൈറ്റ് നന്നായിട്ട് നിർവഹിച്ചു. പക്ഷെ ഞാനാണ് വിന്നർ അല്ലെങ്കിൽ നീയാണ് വിന്നർ എന്ന് അറിയാൻ താല്പര്യമില്ലാതെ അവർ രണ്ടുപേരും റിങ് വിട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഈ കഥ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഫ്രണ്ട്ഷിപ്പ്, അതായത് ഈ യൂണിറ്റ് പ്രധാനമായിട്ടും ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടുള്ള ഒരു യൂണിറ്റാണ്. ആദ്യത്തെ പോം മെൻറ്റിംഗ് പോളും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സേജ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, പ്രൊഫഷൻ വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ. അതായത് പ്രൊഫഷനിൽ ഇപ്പോൾ പരസ്പരം കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിലും അത് പ്രൊഫഷണലായിട്ട് മാത്രം എടുക്കുക, റിലേഷൻഷിപ്പിനെ അത് ബാധിക്കാതെ കൊണ്ടുപോവുക എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ഈ ലെസണിൽ നിന്ന് കിട്ടുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഈ ലെസണിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.